ഹലോ, ചില ദിവസം ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണല്ലേ. എന്തെങ്കിലുമൊക്കെ മധുരമുള്ളത് കഴിക്കണം എന്ന് ഇങ്ങനെ തോന്നും. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറച്ച് ഗോതമ്പ് ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലടുപ്പിക്കുക. തേങ്ങ പൊട്ടിച്ച് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക. അത് ഞാൻ ഇനി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഗോതമ്പ് വെന്തതിന് ശേഷം ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ വേവിച്ച ഗോതമ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നോർമൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഒരു പിഞ്ച് ഉപ്പും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് അലങ്കാരത്തിന് ഇച്ചിരി കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടിപൊളി ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാം കേട്ടോ. ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കഴിച്ചോളൂ. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലെ കുറച്ച് പപ്പടമൊക്കെ പൊടിച്ചിട്ട് കുറച്ച് പഴമൊക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് കഴിക്കാനാണ് കേട്ടോ. ചൂടായതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂൺ കൊണ്ടാണ് ഇളക്കിയത്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ബൈ.